ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം ഇന്ന് നമ്മൾ നല്ലൊരു ചെമ്മീൻ്റെ റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ ചെമ്മീൻ. ചെറിയ ചെമ്മീനാണ്, ചെറുതെന്ന് പറഞ്ഞാൽ പറ്റ ചെറുതാണ് കേട്ടോ. ഇപ്പോൾ 1 കിലോനുണ്ടത്. ഇത് നന്നാക്കി ക്ലീനായി കിട്ടിയപ്പോൾ തന്നെ ഇത് ആകെ 1/2 കിലോ ചെമ്മീൻ തന്നെ തികച്ചില്ല, ആകെ കുറച്ചുള്ളൂ. നന്നാക്കി എടുക്കാൻ ഒരുപാട് ടൈം എടുത്തു. ഒരു 2 മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും എടുത്തേക്കണ്. നന്നാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആകെ വാണ്ടില്ലേന്നൊക്കെ ആയിനി. എന്തായാലും നന്നാക്കിയത് മുതലായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മളിതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് 2 സ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പിന്നെ പൊരിച്ചെടുക്കണമെന്നില്ല, ഒരു പാകത്തെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഒരു ട്രിപ്പിൽ പോകാനുള്ള തന്നെ ഉള്ളൂ, തോനൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഒക്കെ ഒരുമിച്ചിട്ട് കണ്ടുകൊണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ. അത്യാവശ്യം പൊരി ആയിട്ടുണ്ട് കേട്ടോ. അതിന് അപ്പോൾ അടുത്തൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് എണ്ണയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാണത് നല്ലോണം വഴന്ന് വന്ന സവാളയാണ്. അതിലേക്ക് ഇനിയാണ് നമ്മൾ പിന്നെ പേസ്റ്റ്, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പാടെ ചതച്ച് വെച്ച പേസ്റ്റാണ് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളൊരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ചെമ്മീനായതുകൊണ്ട് തന്നെ അതിലേക്ക് വേറെ മീൻ്റെ പോലെ പുളിയല്ല കേട്ടോ ഈ ചേർത്തിക്കണത്. നമ്മളെ ചെമ്മീൻ പൊരിച്ചിട്ട് ചട്ടിയിലത്തെ കുറച്ച് എണ്ണ പിന്നെ ഉണ്ടായിന്, ആ എണ്ണ അതിലേക്ക് ഒഴിച്ചെടുത്തതാണ്. ചെമ്മീനായതുകൊണ്ട് അതിലേക്ക് പുളിയൊന്നും ചേർക്കില്ല, ഈ തക്കാളിൻ്റെ പുളി തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വേകട്ടെ. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിക്കണ്. അപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിക്കണം വീണ്ടും. പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ നമ്മളെ ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു, ഒന്നും കൂടി കറിവേപ്പില ഇട്ടു, നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആക്കണം. ഇത്ര പണിയുള്ളൂ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.